സ്വീറ്റ് ഡ്രീംസിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഒപ്പം ഇന്നിരിക്കുന്ന ഈ വ്യക്തിയെ ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം എൻ്റെ കൂടെ ഇരിക്കുന്നത് ഒരു ഓൺട്രപ്രണറാണ്, എൻ്റെ കൂടെ ഇരിക്കുന്നത് ഒരു അമ്മയാണ്, എൻ്റെ കൂടെ ഇരിക്കുന്നത് വളരെ ബോൾഡായിട്ടുള്ളൊരു യങ് ലേഡിയാണ്. ഷീ ഇസ് എന്താ പറയുക, നമുക്കെല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു മാതൃകയായിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. She can be, maybe an epitome of womanhood. That's what I would like to call her. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് പ്രിയ ചേച്ചിയാണ്. സോ പ്രിയ ചേച്ചി, വെൽക്കം ടു സ്വീറ്റ് ഡ്രീംസ്. Thank you. ഓക്കെ, സോ പ്രിയ ചേച്ചി ബേസിക്കലി ഫ്രം കേരള ആണെങ്കിലും എത്ര വർഷമായി യു കെയിലായിട്ട്? 33 years. 33 വർഷമായി യു കെയിലായിട്ട്. അതുകൊണ്ട് തന്നെ മലയാളം കുറച്ച് പ്രശ്നമാണ് അല്ലേ? വീട്ടിലേക്ക് ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചേക്കാം. പ്രിയ ചേച്ചി ഇവിടെ ഇരിക്കാനുള്ളൊരു മെയിൻ റീസൺ, വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ യു ടു ബി ഹിയർ ഇസ് ഇന്നത്തെ കാലത്ത്, അതിപ്പോൾ കേരളത്തിലായാലും ഇൻ യു കെ, wherever it is in the world, it's a common phenomena. Divorce has been, a true antonym to marriage, and it's happening very quickly. പ്രിയ ചേച്ചി 19 വയസ്സിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അല്ലേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരമൊക്കെ അതിന് മുമ്പേ അറിയാമായിരുന്നോ? Yeah. A little bit on the phone. Okay. A little bit by letter. Okay. And a little bit face to face. ഫോണിലും 4-5 meetings. ഓക്കെ, ഫോണിലും കത്തുകളിലൂടെയും നേരിട്ടൊരു 4-5 പ്രാവശ്യം കൂടി പോയി കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഫിക്സിങ് എൻഗേജ്മെന്റ് ആൻഡ് മാരേജ് അല്ലേ? No, we had we saw each other at my cousin's engagement. Okay. Then we saw each other again the next day. Okay. And then I left for England. Okay. The next time we saw each other was on my fixing day. സുഹൃത്തിൻ്റെ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വെച്ച് കണ്ടു. പിറ്റേ ദിവസം ചേച്ചി ഇംഗ്ലണ്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഫിക്സ് ചെയ്യുന്ന ആ ദിവസമാണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലി സ്ട്രേഞ്ചേഴ്സ് അല്ലേ കല്യാണം കഴിക്കുമ്പോൾ അല്ലേ? പലപ്പോഴും ഈ ഡിവോഴ്സസ് ഒക്കെ നടക്കുന്നത് ആദ്യത്തെ ഒരു 1-2 വർഷം ആണ്. 12 years എന്ന് പറയുമ്പോൾ നോബഡി അല്ലേ, ആ ഒരു ഇറ്റ്സ് പാസ്റ്റ് ദാറ്റ് എന്നുള്ളൊരു. That's true. I had my son a few years after I got married. Okay. And Joshua, and I wanted to try and make it work. Okay. And the guy that I married was studying. He didn't have a job. I worked so he could have his visa. Okay. So there was already a lot of time, money, and investment within the first 3 to 4 years because we had a child. And I thought it'll get better once he gets better qualification. It's going to get better. It's going to get better. Then I had another child with him. It's going to get better. I always lived in hope. I never wanted my marriage to be a failure. But after 12 years, when things got really bad, you had to take I had to take steps. But I was independent to do that because about 10 years, realised I have to make myself independent. And so I set up my own business. Okay. In health and fitness. I was raising my children. It was a very controlling situation that I was living in. അപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയം എത്ര സംസാരിച്ചിട്ടുണ്ട്? ആദ്യം സംസാരിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ കല്യാണത്തിന് മുമ്പേ പുള്ളി എന്താണെന്നുള്ളത് യു ഡിഡ്ന്റ് നോ, റൈറ്റ്? ഇല്ല, അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുമ്പേ അതൊരു പെൺകുട്ടി അറിയേണ്ടതല്ലേ ചേച്ചി? എൻ്റെ ഒരു സംശയമാണ്. ബിക്കോസ് നമ്മൾ ജീവിതാവസാനം വരെ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന ആളാണ്. വി ആർ ഗോയിങ് ടു ബി വിത്ത് ദ ഗൈ ഫോർ ദ റെസ്റ്റ് ഓഫ് അവർ ലൈഫ്സ്. സോ വി ought to know the guy properly before we get married, അല്ലേ? Definitely. അത് what you must try to get to know that guy before you get married to him. കല്യാണത്തിന് മുമ്പേ ആ വ്യക്തിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലേ? അതിപ്പോൾ നിങ്ങൾ തമ്മിൽ യു ഹാഡ് ടെലിഫോൺ കോൾസ് അങ്ങനെ maybe 6-7 telephone calls. അത്രേ ഉണ്ടായിട്ടുള്ളൂ. 2-3 പ്രാവശ്യം എഴുത്തൊക്കെ എഴുതി. എന്നിട്ട് ഫിക്സിങ് ആയിരുന്നു, എന്നിട്ട് എൻഗേജ്മെന്റ് and then marriage. പെട്ടെന്ന്. Yeah. Okay. Within 6-7 months. ഒരു 12 years you guys were together അല്ലേ? Yes. Okay. നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഈ ബിഫോർ മാരേജ് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഗൈ, ഒരു 1-2 വർഷത്തേക്ക് ആയിരിക്കും ആ ഡിവോഴ്സസ് ഉണ്ടാവുക. ഹാപ്പൻസ് ഇൻ ദി ഇനിഷ്യൽ ഫേസ്.
your kids 12 years is a long period to get, I don't know. 12 years. Yeah. Yes, it's a long time.